നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ കല്ലറക്കരികിലെത്തി ശ്രദ്ധേയനായത് ബിനീഷ് കോടിയേരിയാണ്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് അദ്ദേഹവുമായുള്ള കുടുംബബന്ധം വരെ വിശദീകരിച്ച് ചാനലുകളിൽ ബിനീഷ് കോടിയേരി നിറഞ്ഞു നിന്നു. എന്താണ് സത്യത്തിൽ ബിനീഷ് കോടിയേരിയുടെ ഉദ്ദേശം? ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട യുവ നേതാവാണ് ബിനീഷ് കോടിയേരി. ഏറ്റവും ഒടുവിൽ മയക്കുമരുന്നിടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണക്കേസിൽ മാസങ്ങളോളം ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്നു ബിനീഷ് കോടിയേരി. സജീവ CPM രാഷ്ട്രീയത്തിൽ നിന്ന് പതിയെ ബിനീഷ് പിൻവാങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ അടുത്തിടെയായി പല സഖാക്കളും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. പിതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ബലത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കടക്കം നേതൃത്വം കൊടുത്തതാണ് ബിനീഷ് കോടിയേരിയെന്ന് നമുക്കറിയാം. അധികാരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ആവോളം വിനിയോഗിച്ച് പല മേഖലകളിൽ ബിനീഷ് ബന്ധങ്ങൾ സ്ഥാപിച്ചു. പാർട്ടിയെ മറയാക്കി കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവിൻ്റെ ബന്ധങ്ങളെ ഉപയോഗിച്ച് ബിനീഷ് വലിയ ബിസിനസ് സൗഹൃദങ്ങൾ വരെ സൃഷ്ടിച്ചു. ഇന്ന് ബിനീഷ് കോടിയേരി CPMൽ ഒന്നുമല്ല. കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം പാർട്ടിയിൽ നിന്ന് കുറേയൊക്കെ അകന്ന മട്ടിലാണ്. അർഹിക്കുന്ന ഒരു അന്ത്യയാത്ര പോലും നൽകാതെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതികദേഹം തിടുക്കപ്പെട്ട് സംസ്കരിച്ചതൊക്കെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് ബിനീഷ് കോടിയേരി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ആദരമർപ്പിക്കാനെത്തി കുറേ നല്ല വാക്കുകൾ പറയുന്നത്. ബിനീഷ് പറഞ്ഞതൊക്കെ കാര്യം തന്നെ. ഉമ്മൻചാണ്ടിയെ വിസ്മൃതിയിലേക്ക് തള്ളിയിടാൻ ജനം സമ്മതിക്കില്ലെന്നും കേരളവും മലയാളിയും ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ ഓർക്കുമെന്നും ബിനീഷ് കോടിയേരി പറഞ്ഞത് 100% ശരിയാണ്. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് വിസ്മരിച്ചതിനെക്കുറിച്ചൊക്കെ ബിനീഷ് പ്രതികരിച്ചു. അതും നല്ല കാര്യം. ഉമ്മൻചാണ്ടി വ്യക്തിപരമായി ഏറെ ആക്രമിക്കപ്പെട്ടു. എന്നാൽ ആക്രമിച്ചവരെ പോലും അദ്ദേഹം ചേർത്ത് നിർത്തി അങ്ങനെയുമൊരു രാഷ്ട്രീയ അവസ്ഥയുണ്ടാക്കാമെന്ന് കാട്ടിത്തന്നുവെന്നും ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്കും എൻ്റെ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണനും സമാനതയുണ്ടെന്നുമാണ് ബിനീഷ് പറയുന്നത്. ഇവിടെ മാത്രം തെറ്റി. ഉമ്മൻചാണ്ടിയാകില്ല ഒരിക്കലും കോടിയേരി ബാലകൃഷ്ണനെന്ന് ബിനീഷ് ആദ്യം മനസ്സിലാക്കുക. പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലിയെന്ന് പറഞ്ഞ് ആളുകളെ കൊല്ലാൻ ഉമ്മൻചാണ്ടി ഒരിക്കലും ആഹ്വാനം ചെയ്തിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ ബോംബുണ്ടാക്കാമെന്ന് ഉമ്മൻചാണ്ടി പ്രസംഗിച്ചിട്ടില്ല. CPMകാർ കല്ലെറിഞ്ഞപ്പോൾ പോലും ലവലേശം അവരോട് പകയില്ലാതെ വേദന ചെറിയ ചിരിയിലൊതുക്കി സൗമ്യനായി ഒരു പ്രതിഷേധവും ഇതിൻ്റെ പേരിൽ പാടില്ലെന്ന് ആഹ്വാനം ചെയ്ത ഉമ്മൻചാണ്ടിയെ എങ്ങനെ കോടിയേരിയുമായി താരതമ്യം ചെയ്യും? ഉമ്മൻചാണ്ടി ഒരു ജനനേതാവായി വളർന്നപ്പോൾ കോടിയേരിക്ക് CPMകാരുടെ നേതാവാകാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. രാഷ്ട്രീയമായ വേട്ടയാടൽ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയത് CPM ആണ്. ചെയ്യാത്ത കുറ്റത്തിനാണ് അദ്ദേഹത്തെ വേട്ടയാടിയത്. അതിനെ മക്കളുടെ വഴിപിഴച്ച പോക്കിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട കോടിയേരി ബാലകൃഷ്ണന്റെ അവസ്ഥയുമായി ഒരിക്കലും തുലനം ചെയ്യേണ്ടതില്ല. CPMൽ പിണറായിക്കൊരു പണി കൊടുക്കാനും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നല്ലത് പറഞ്ഞ് തനിക്കുള്ള മോശം പ്രതിച്ഛായയെ വെളുപ്പിച്ചെടുക്കാനുമൊക്കെ ബിനീഷിന് എന്ത് നാടകം വേണമെങ്കിലും കളിക്കാം. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണനും ഉമ്മൻചാണ്ടിയും തുല്യനാണെന്ന മട്ടിൽ നടത്തുന്ന വിലയിരുത്തലുണ്ടല്ലോ, അത് വേണ്ട. ബിനീഷിൻ്റെ ഡയലോഗ് കേൾക്കുമ്പോൾ ലൂസിഫർ എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗുണ്ട്. കുതന്ത്രങ്ങൾ ഉപദേശിക്കുന്ന സായി കുമാറിൻ്റെ കഥാപാത്രത്തോട് പറയുന്ന ഒരു വാചകം. അതിവിടെ ആവർത്തിക്കുന്നില്ലെന്ന് മാത്രം.